അപ്പോ എനിക്ക് മനസ്സിലായിടത്തോളം പല കാര്യങ്ങളിൽ നിന്റെ ശ്രദ്ധ സ്കാറ്റേഡായി കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നിന്റെ ട്രീറ്റ്മെന്റിലും സ്റ്റഡീസിലുമാണ് വേണ്ടത്. ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടം കഴിയുന്തോറും സ്റ്റഡീസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആ സമയത്ത് മറ്റെല്ലാം നീ സൈഡിലേക്ക് മാറ്റിവെക്കണം. ഈവൻ മാളുവിന്റെ കാര്യമാണെങ്കിൽ പോലും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ അവരുടെ കഴിവിനും വിധിക്കും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. മാളുവിന്റെ കാര്യത്തിൽ അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നീ ചെയ്തു കഴിഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, നിന്നെ വിശ്വാസത്തിലെടുക്കാൻ അശ്വതിക്കും മുരളിക്കൊക്കെ കഴിയാതെ പോയി. അതൊരിക്കലും മാളുവിന്റെ കുഴപ്പമല്ലല്ലോ VP, കുഴപ്പം അവരുടേതല്ലേ? യെസ്, ഐ അഗ്രീഡ്. പക്ഷേ സ്വന്തം ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി മാളുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാത്തടത്തോളം കാലം നീ അതിനുവേണ്ടി ശ്രമിക്കുന്നതൊക്കെ വെറുതെ ആവും. മാത്രമല്ല അതിന്റെ പേരിൽ ഒരു കാര്യമില്ലാതെ നിനക്ക് ചീത്ത പേര് കേൾക്കേണ്ടിയും വരും. നമുക്ക് ചുമക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഒരു ഓവർലോഡ് നീ തലയിൽ പേറേണ്ട കാര്യമില്ല. മാളുവിന്റെ ലൈഫിനെ എങ്ങനെ വേണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് അപ്പുവിന് മനസ്സിലാവുന്നുണ്ടോ? VP, നമുക്ക് ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാ VPക്ക് ദേഷ്യം തോന്നുന്നു? ഇല്ല. എന്താ? പോകുന്ന വഴിക്ക് നമുക്ക് മാളുവിന്റെ കാര്യം ഒന്ന് കണ്ടാലോ? ഞാൻ തനിച്ചല്ല, VPയും കൂടെ വാ. വേണ്ട, നീ തനിച്ചോ എന്റെ ഒപ്പമോ ഇനി മാളുവിനെ കാണാൻ പോകുന്നില്ല. അങ്ങനെ ചെല്ലരുതെന്ന് മുരളി എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മുരളി അത്ര ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യണമെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഞാനും നീയൊക്കെ ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡിലാണ്. അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും ആ ശത്രുവ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, മാളുവിൽ നിന്ന് ഇനിയൊരു അല്പം ഡിസ്റ്റൻസ്, അതാണ് നിനക്കിപ്പോ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം. ഡോക്ടർ പറഞ്ഞതുപോലെ നീ നിന്നിൽ തന്നെ ശ്രദ്ധിക്കുക, നിന്റെ മാറ്റം ഉൾക്കൊള്ളുക. അത് മാത്രമല്ല, ഓടിച്ചെന്ന് ആശ്വസിപ്പിക്കാൻ മാളുവിന്റെ പഴയ കളിക്കൂട്ടുകാരി അല്ല നീ. നീ ഇപ്പൊ ഒരാണാ എല്ലാ അർത്ഥത്തിലും. അത് മനസ്സിലാക്ക്. ഡോക്ടറെ കണ്ടോ അപ്പു? കണ്ടു. മെഡിസിൻ ഒന്നും മാറിയിട്ടില്ല. 3 മാസം കൂടി കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഡോക്ടറെ കണ്ടത് കാര്യമാക്കിയതാ. അപ്പുവിന് ചെക്കപ്പ് വിശദമായി തന്നെ നടന്നു. ഡോക്ടർ വളരെ ഹാപ്പിയാ, ഞങ്ങളും. അല്ലേ അപ്പോ? പ്രതീക്ഷിച്ചതിനേക്കാൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അപ്പുവിന്റെ ഈ മുൻകോപത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു കേട്ടോ. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്നും കാര്യമാക്കണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഹോർമോൺ ട്രീറ്റ്മെന്റ് 3 മാസം കൂടി കഴിഞ്ഞിട്ട് സർജറിയെ പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. എന്തായാലും ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ടപ്പോ മനസ്സിനൊരു സമാധാനമായി. ഇനി എന്ന് ചെല്ലാൻ പറഞ്ഞു? ഇനി 1 മാസം കഴിഞ്ഞ് തന്നാ മതി. അതിനു മുമ്പേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു. താനെന്താകെ വല്ലാതിരിക്കുന്നു? ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ഒരു കാര്യമുണ്ട് അല്ലേ അപ്പോ? തോന്നുന്നില്ല അങ്ങനെ? എന്തുപറ്റമ്മ? ഒന്നുമില്ല, നീ റൂമിലേക്ക് ചെല്ല്. എന്താ ഗീത, എന്തു പറ്റി? അപ്പുവിനെ കാണാൻ മാള് വന്നിട്ടുണ്ട്. റൂമിൽ വെയിറ്റ് ചെയ്യാ. നീ എന്തിനാ അവളെ ഇവിടെ പിടിച്ചിരുത്തിയേ? ഞങ്ങൾ പുറത്തു പോയിരിക്കാന്ന് പറയാൻ പാടില്ലായിരുന്നു? ഞാനത് പറഞ്ഞതാ VP. പക്ഷെ അപ്പു വന്നിട്ടേ പോവെന്ന് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് കയറി. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ബലം പ്രയോഗിച്ച് ഇറക്കി വിടാൻ എനിക്ക് മനസ്സ് വന്നില്ല. അവിടുന്ന് ആരെങ്കിലും വിളിച്ചോ? ഇല്ല. അവളെ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു.
എന്തായി? അച്ഛനും നീയും കൂടി ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? മെഡിസിൻ എടുത്തതിൽ നല്ല മാറ്റമുണ്ട്. ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓ, അതിന് ഡോക്ടർ പറഞ്ഞിട്ട് വേണ്ടേ അറിയാൻ. അല്ലാതെ തന്നെ നിന്നെ കണ്ടാൽ അറിയാം, താടിയും മീശയൊക്കെ മുളച്ചു. ഇപ്പൊ നീ ഒരു സ്മാർട്ട് ബോയ് അല്ലേ? ഈ പോക്ക് പോവാണെങ്കിൽ അധികം വൈകാതെ നീ ലക്ഷണമൊത്തൊരു പുരുഷ കേസരിയാവും. അല്ല, നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നീയും VP അങ്കിളും കൂടി ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണെന്ന് ആന്റി പറഞ്ഞു. എന്നാ പിന്നെ നിന്നെന്ന് കണ്ടിട്ട് പോകാലോന്ന് കരുതി. കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. കുറച്ച് ലക്ഷങ്ങൾ കടം വേണമായിരുന്നു. എന്താ, എടുക്കാനുണ്ടാവോ സാറിന്റെ കയ്യില്? ഡാ, എനിക്ക് വേണ്ടി നീ വേണ്ട സ്റ്റേഷനിൽ കയറേണ്ടി വന്നല്ലേ? ഡാ, ഐ എം റിയലി സോറി ഡിയർ. അതിന് നീ ഇപ്പൊ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. VP പറയും പോലെ ഇതൊക്കെ ഇപ്പൊ ശീലമായി കഴിഞ്ഞു. അല്ല, ഞാൻ സ്റ്റേഷനിൽ കയറിയെങ്കിലും ഡോക്ടർ ഡിവോഴ്സിന് സമ്മതിക്കുന്ന സ്റ്റേജിലെത്തിയല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് നീ ഓക്കെ ആയില്ലേ? വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ശരിയാ, വിചാരിച്ച പോലൊക്കെ എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോ അതിനുവേണ്ടി എനിക്ക് ഒരുപാട് പേരെയൊക്കെ വേദനിപ്പിക്കേണ്ടി വരുന്നു. അതിലേറ്റവും കൂടുതൽ നിന്നെ തന്നെയാ. അത് നിനക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ മാളു. എന്നിട്ടും നീ നിന്റെ വാശിയിൽ ഉറച്ചു നിൽക്കല്ലേ? നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇത്രയും വഷളാവില്ലായിരുന്നു. നിന്റെ പറച്ചിലായിട്ടാ തോന്നുമല്ലോ ഞാനായിട്ട് ഇടപെട്ട ഇതിവിടം വരെ കൊണ്ടെത്തിച്ചെന്ന്. ഡോക്ടറെ ഡിവോഴ്സിന് വില്ലിങ് ആക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. അപ്പോ പ്ലീസ് അത് വിട്. ഞാൻ അതൊന്നും സംസാരിക്കാനല്ല വന്നത്. എന്റെ മാനസികാവസ്ഥ ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ നിന്റെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നം? എന്റെ മനസ്സെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ അപ്പൊ നിനക്കറിയാൻ? ദേ നോക്ക്, അച്ഛനും അമ്മയും VP അങ്കിളും ഗീതാഞ്ചിയൊക്കെ എന്നോട് കാണിക്കുന്ന ഈ അവഗണനയാകലോ എനിക്ക് മനസ്സിലാവും. പക്ഷെ നീയായിട്ട് എന്നോടത് കാണിക്കരുതപ്പോ. എനിക്ക് അത് മാത്രം സഹിക്കാൻ പറ്റില്ല. അപ്പോ ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം. എങ്ങോട്ടെങ്കിലും എനിക്കൊന്ന് മാറി നിന്നാ കൊള്ളാന്നുണ്ട്. അല്ലെങ്കിൽ സത്യമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല, ഇപ്പൊ തന്നെ എനിക്ക് പിടിച്ചു കഴിഞ്ഞു. അപ്പോ നീ ഇങ്ങനൊന്നും മിണ്ടാതിരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയപ്പോ പ്ലീസ്. ഞാൻ എന്ത് പറയാനാ മാളു? അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാരും മാറി കഴിഞ്ഞിരിക്കുന്നു വല്ലാതെ. നീ ഇങ്ങോട്ട് വരരുതായിരുന്നു. അശ്വതി, ഒന്ന് പതുക്കെ. എന്നാൽ എന്ത് ചെയ്താ നിന്റെ മോൾ എന്നോട് കാണിച്ചത്? അവളെ ഈ കണ്ട കാലം അത്ര സ്നേഹിച്ചതും ലാളിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോയല്ലോ അശ്വതി. ഞാൻ എന്ത് ചെയ്യാനാമേ? എന്നോട് അവള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടതല്ലേ. ഇങ്ങനൊരവസ്ഥയില് ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടേയില്ല. കുട്ടിയായിരുന്നെങ്കിൽ 2 അടിയോ വഴക്കൊക്കെ കൊടുത്ത് നിലയ്ക്ക് നിർത്തായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇതുവരെ അവള് കുട്ടിയായിരുന്നെന്നാ ഞാനും വിചാരിച്ചത്. എന്നാ ഇത്രയും വളർന്നു മൂത്തെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഇനി അവളോട് കമാന്നൊരക്ഷരം മിണ്ടാ ഞാൻ പോകത്തില്ല. എനിക്ക് മതിയായി. അവൾ അപ്പൂനെ കാണാൻ തന്നെ പോയതായിരിക്കും അല്ലേ? അതിനെന്താ ഇത്ര സംശയം? അത് വേണ്ടെന്ന് പറഞ്ഞാലല്ലേ അവൾ ഈ നരകാസുരവധ ഇവിടെ ആടി തീർത്തത്. ദേ അശ്വതി, ഒരു കാര്യം ഞാൻ പറയാം. അവളുടെ ഈ പോക്ക് ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കും. ഇപ്പോഴേ അതിന് ഫലപ്രദമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒടുക്കം നിനക്കും നിന്റെ നായർക്കും തലയെ മുണ്ടിട്ടാവും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരിക. അമ്മയൊന്ന് അടങ്ങ്. അവളുടെ പ്രകടനം കണ്ടു തന്നെ എനിക്കാകെ മനസ്സ് മരവിച്ചിരിക്കുക. അതിന്റെ കൂടെ അമ്മയും കൂടെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞ ഒന്നുമല്ല. മര്യാദയ്ക്ക് നിന്റെ മോളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും നിനക്കും നിന്റെ മുരളിക്ക് സഹിക്കേണ്ടി വരും. അല്ല, നീ മുരളിയെ വിളിച്ച് കാര്യം പറഞ്ഞോ? ഞാൻ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. മുരളിയേട്ടൻ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. മുരളി വരട്ടെ. എന്നിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അത് കഴിഞ്ഞു മതി ബന്ധം ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ. മുരളിയേട്ടൻ അറിയുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എന്റെ പേടി. അങ്ങനെ പേടിച്ചിട്ടും പരിഭ്രമിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല.
പെണ്ണിനെ നിലയ്ക്ക് നിർത്താനുള്ള വഴിയാ ആദ്യം നോക്കേണ്ടത്. എന്താ ശ്രുതി, എന്തു പറ്റി? അമ്മ എവിടെയും വീണോ? ആ ചെറുതായിട്ടൊന്ന് ഭിത്തിയിലിടിച്ചതാ. ഇടിച്ചോന്നും അല്ല മുരളി, എന്നെ നിന്റെ മോള് പിടിച്ച് തള്ളിയതാ. മാളുവോ? മാളു എന്തിനാ അമ്മയെ പിടിച്ചതല്ലേ? ആ കഥയൊന്നും പറയാതിരിക്കാ ഭേദം. ദേ ഇവളോട് ചോദിച്ചു നോക്ക്. എന്താ ശ്രുതി, എന്താ ഉണ്ടായേ? മാളു ഇവിടെ? ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് അവൾ അവളുടെ പാട്ടിനിറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയോ? എവിടേക്ക്? ആ എവിടേക്കാവോന്ന് നിനക്ക് ഊഹിക്കാവല്ലോ മുരളി. ആ പണിക്കാരുടെ വീട്ടിലേക്ക് തന്നെ ആവും. എന്താ ശ്രുതി, എന്താ ഉണ്ടായേ? ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു. അപ്പോഴാ പുറത്തേക്ക് പോകാൻ മാളു റെഡിയായിട്ട് വന്നത്. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. നീ ഇത് എവിടേക്കാ മാളു? ഞാനൊന്ന് പുറത്തു പോവാം മുത്തശ്ശി. നീ എങ്ങോട്ടാ മാളു? എനിക്ക് 1-2 പോകാനുണ്ടമ്മേ. അതെവിടേക്കാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതൊക്കെ എന്തിനാ ഞാൻ മുത്തശ്ശിയോട് പറയുന്നത്? എനിക്ക് പോകാനുള്ള സ്ഥലത്തൊക്കെ എനിക്ക് പോയിക്കൂടെ? എന്നാലേ ഇതുവരെ പോയതുപോലെയല്ല ഇനി അങ്ങോട്ട്. നിനക്ക് എങ്ങോട്ടേലും പോണോന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിന്റെ അച്ഛന്റെ കൂടെ പോണം, അല്ലെങ്കിൽ ഞാനും അശ്വതിയും നിന്റെ കൂടെ വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് പോകാനുള്ളിടത്തൊക്കെ തനിച്ചു പോകാൻ എനിക്കറിയാം. മാളു, നിന്നെ എങ്ങും തനിച്ചു വിടണ്ടെന്നാ അച്ഛൻ എന്നോട് പറഞ്ഞത്. ആഹാ, അതെന്നു മുതൽ അങ്ങനെ ഒരു നിയമം ഈ വീട്ടിൽ നടപ്പിലാക്കി തുടങ്ങിയത്? നീ കൂടുതൽ തർക്കുത്തരത്തിനൊന്നും നിൽക്കണ്ട, പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ദേ മുത്തശ്ശി, എന്നോട് വെറുതെ വഴക്കിന് വരണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോകാനുള്ളിടത്തൊക്കെ തനിച്ചു പോകാനും വരാനും എനിക്കറിയാം. ഇനി മുത്തശ്ശിയോ അമ്മയോ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമാണെങ്കിൽ അതിന് ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എങ്ങോട്ടാ പോകുന്നതെന്നും എന്തിനാ പോകുന്നതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. ആയല്ലോ, ആശ്വാസം. എന്നാ പിന്നെ മുത്തശ്ശി വഴി മാറും. ഞാൻ പോയിട്ട് വരട്ടെ. ഇത്ര തിടുക്കപ്പെട്ട് നീ എങ്ങോട്ടാ പോകുന്നേ? അത് ഇനിയും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ അശ്വതി? ആ പണിക്കാരുടെ വീട്ടിലേക്കാവും. അപ്പൂനെ കാണാതെ അവക്കിപ്പോ ഉറക്കം വരത്തില്ല. ആ അതെ, ഉറക്കം വരില്ല. അപ്പൂനെ കാണാൻ വേണ്ടി തന്നെ ഞാൻ പോകുന്നേ. അതിലിപ്പോ മുത്തശ്ശിക്ക് എന്താ പ്രശ്നം? തർക്കുത്തരം പറഞ്ഞ ഒന്നങ്ങ് വെച്ചു കയറി ഞാൻ തല്ലണോ? എന്നെ തല്ല്, തല്ലാൻ. ദേ അമ്മേ, എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ആരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി പറയണ്ട മാളു. നിന്നെ തനിച്ചെങ്ങും വിടണ്ടെന്നാ മുരളീട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പൊ നിനക്ക് പോയേ മതിയാവുന്നുണ്ടെങ്കിൽ നീ വെയിറ്റ് ചെയ്യ. ഞാൻ റെഡിയായി കൂടെ വരാം. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്നല്ലേ ഉള്ളൂ. എന്നാലും നിന്നെ തനിച്ച് വിടുന്ന പ്രശ്നമില്ല. അത് തന്നെ അശ്വതി നല്ലത്. നീയോ ഞാനോ ഒപ്പമില്ലാതെ ഇവിടെ എങ്ങോട്ടും വിടണ്ട. എന്റെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. മുത്തശ്ശി വെറുതെ തടയാൻ നിൽക്കണ്ട. നീ അപ്പൂനെ കാണാനാണോ പോകുന്നേ? ആ അതെ, ഞാൻ അപ്പൂനെ കാണാൻ തന്നെയാ പോകുന്നേ. അതിനിപ്പോ എന്താ പ്രശ്നം? അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? പറ്റോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. പോകരുതെന്നല്ലേ നിന്നോട് പറഞ്ഞത്? മുത്തശ്ശി എന്നെ വിടാനല്ലേ പറഞ്ഞേ? മാളു, എന്താ ഇതൊക്കെ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. മുത്തശ്ശി മാളു, ഇല്ല, നീ നിന്റെ സോദയാസത്തിന് ഇറങ്ങി പോന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അശ്വതി, ആ വാതിലടക്കേ. എന്നിട്ട് മുരളിയെ വിളിച്ചു പറ. മുരളി വന്നിട്ട് തീരുമാനിക്കട്ടെ ഇവിടെ വിടണോ വേണ്ടയോന്നു. മുത്തശ്ശിയോട് ഞാൻ വിടാനാ പറഞ്ഞേ. എന്നെ എന്റെ പാടിന് വിടാൻ. ആവശ്യമില്ലാതെ ഭരിക്കാൻ വരരുത്. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാ ഞാനിനി ഒന്നും നോക്കില്ല, പറഞ്ഞേക്കാം. അത്രയ്ക്ക് അഹങ്കാരമോ അവൾക്ക്? എങ്കിൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അശ്വതി, അവൾ അപ്പൂന്റെ അടുത്തേക്ക് തന്നെ പോയെന്ന് ഉറപ്പാണോ? ആണെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ ഈ അക്രമത്തിന് മുതിർന്നത് തന്നെ. എങ്കിൽ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. മുരളിയേട്ടാ, അവിടെ നിന്നേ. എങ്ങോട്ടേ പാഞ്ഞു പോകുന്നേ? അവളെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവരാൻ തന്നെയാ പോകുന്നത്. നമ്മുടെ അനുവാദം ഇല്ലാതെ അവൾ ഇനി ഈ വീടിന്റെ പുറത്തിറങ്ങുന്ന ഒന്ന് കാണണമല്ലോ. ഇപ്പൊ മുരളിയേട്ടനായിട്ട് അത് ചെയ്യണ്ട. ചെയ്യണ്ടെന്നോ? അശ്വതി, താൻ എന്തൊക്കെ ഈ പറയുന്നേ? ഇപ്പൊ നമ്മൾ അവളുടെ ഈ അഹങ്കാരം അനുവദിച്ചു കൊടുത്താ അവള് പിന്നെ ഇതൊരു ശീലമാക്കില്ലേ? കാര്യങ്ങളൊക്കെ ശരി തന്നെയാ മുരളിയേട്ടാ. പക്ഷേ ഇപ്പൊ മുരളിയേട്ടനായിട്ട് അവിടെ ചെന്നൊരു സീൻ ഉണ്ടാക്കണ്ട. അവളെ അവിടുന്ന് കൊണ്ടുവരാനായിട്ട് മുരളിയേട്ടൻ അവിടെ ചെല്ലുമ്പോ ഞാൻ അച്ഛന്റെ കൂടെ വരുന്നില്ലെന്ന് അവള് പറഞ്ഞാ എന്ത് ചെയ്യും? അതുമല്ല,
ഇനി നിങ്ങളോടും പിണങ്ങി അവൾ അവിടുന്ന് ഇറങ്ങിപ്പോയാ അത് നമുക്ക് നാണക്കേടാവില്ലേ? അത് ശരി. അപ്പൊ അവളെ പേടിച്ച് നമ്മളിവിടെ കഴിയണമെന്നാണോ താൻ പറഞ്ഞു വരുന്നേ? എന്നല്ല, എല്ലാത്തിനും നമുക്കൊരു സമാധാനം ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ ഇവിടെ സംയമനം പാലിക്കുക വേണ്ടത്. അവള് പോയിട്ട് വരട്ടെ, എന്നിട്ട് മുരളിയേട്ടനായിട്ട് അവളോട് സമാധാനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എന്നിട്ടും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ പോരെ തല്ലും ശാസനയൊക്കെ. അല്ല, അതിപ്പോ എടുത്തു ചാടിയാ അവള് കൂടുതൽ വയലന്റ് ആവുകയുള്ളൂ. അശ്വതി പറഞ്ഞാലും കാര്യമുണ്ട് മുരളി. ഇനി അവിടെ ചെന്ന് ബഹളത്തിനും തർക്കത്തിനും ഒന്നും പോവണ്ട. അവളിങ്ങ് വന്നിട്ട് നീ നല്ല രീതിയിലൊന്ന് കൈകാര്യം ചെയ്താൽ മതി. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഒരു കാര്യം ഉറപ്പാ അശ്വതി, അവളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ല രീതി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ആ പണിക്കരും കുടുംബവും ഇവിടുന്ന് കെട്ടുകെട്ടി എങ്ങോട്ടോ പോകുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുങ്ങൾ എവിടെയെങ്കിലും കാണാമറയത്ത് പോയിരുന്നെങ്കിൽ ഇവളുടെ ഈ ചാട്ടം അങ്ങ് നിന്നേനെ. ഇനിയിപ്പോ അവര് പോയില്ലെങ്കിൽ വേണ്ട, നമ്മളായിട്ടങ്ങ് മാറിക്കൊടുത്തേക്കാം. ആ വഴി എനിക്കറിയാം. എന്താ മാളുവിന്റെ ഉദ്ദേശം എന്ന് അറിഞ്ഞില്ലല്ലോ. താന്ന് പോയി അന്വേഷിക്കും. അപ്പു ഉണ്ടല്ലോ അവിടെ, അവർ സംസാരിക്കാവും. എനിക്ക് തോന്നുന്നത് മാള് വീട്ടിൽ പറയാതെ വന്നതെന്നാ. മുരളി അശ്വതി അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നെങ്കിലും ഇവിടെ വരികയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തേനെ. ഇതുവരെ ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് അവരറിയാതെ വന്നതാവാനാ സാധ്യത. എന്താ പോ മാളെന്താ പറയുന്നത്? വി പി, മാളു ആകെ വല്ലാത്തൊരവസ്ഥയില്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നൊന്നും അവൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല. പക്ഷെ അവൾ ആകെ ഡിസ്റ്റർബ്ഡാ വി പി. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവൾ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? വീട്ടുകാരുടെ സമ്മതത്തോടെ പോകുന്നതാന്നാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. പക്ഷെ അമ്മേ, അവൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വരവാ. എന്താ എന്താ അവള് പോവാൻ നിൽക്കുന്നു? നിന്നെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞില്ലേ? എന്താ പോ മാളെന്താ പോവാത്തെന്നാ ചോദിച്ചത്? അവൾ ഇന്നിനി അങ്ങോട്ട് പോകുന്ന ലക്ഷണമില്ലെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ മുരളി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ? അല്ലെങ്കിലും മാള് ഈ സാഹചര്യത്തിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല. ഗീത എന്ന് അവളോട് സംസാരിക്കുക. ഞാനിന്ന് സംസാരിക്കാനാ വി പി ഇന്ന് സംസാരിക്കുക. ഞാൻ വന്നോളാം. എന്തൊക്കെയാ അപ്പു ഇത്? മാളൂസേ, ഇങ്ങൊന്നേ. എന്താ മാളൂസേ, നീ എല്ലാവരോടും പിണങ്ങി നിൽക്കണോ? നിന്നോട് ദേഷ്യമോ പിണക്കൊന്നും ഉണ്ടായിട്ടല്ല ഇവിടെ വരണമെന്ന് ഞങ്ങൾ പറയുന്നത്. അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ രണ്ട് വീട്ടുകാരുടെയും നല്ലതിനു വേണ്ടിയാ അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് കൂട്ടിയാൽ മതി. അല്ലാതെ നിന്നോടൊരു സ്നേഹക്കുറവും. വേണ്ട അങ്കിൾ. അങ്കിള് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നെന്നാ എനിക്കെപ്പോഴും മനസ്സിലാവാത്തെ. മാളു, അത് നിന്നെ ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കുട്ടി. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? എന്നെ ആശ്വസിപ്പിക്കാനോ അതോ എന്നെ സന്തോഷിപ്പിക്കാനോ? ഓർമ്മ വെച്ച് ഇത്രയും നാളായതിനു ശേഷം ആദ്യമായിട്ടാ അങ്കിളും ആന്റിയും ഒക്കെ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങുന്നത്. ഇപ്പോ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. നല്ല വാക്ക് പറഞ്ഞ് എന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവിടുന്ന് തിരിച്ചയക്കണം. അത്രയല്ലേ നിങ്ങക്ക് വേണ്ടു?